ഒരു അങ്ങനെ എഴുതുന്നേ അല്ല ഇവിടെ 1.62 എഴുതിയാ. ഓ ഓക്കെ, ഇതിന്റെ സെന്റിൻ്റെതാ അല്ലേ? കൂട്ടാം 36 ലിറ്റർ 60 36.3. ഇവിടെ റെഗുലർ എക്സ്ട്രാ സുപ്രീം. ഓ മൈ ഗോഡ്. വരെ പോകുന്നു. 36-ന് 10 നോക്കുവാണെങ്കിൽ 10 എന്ന് പറയുന്നത് 10 കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ. നമ്മള് 10 കൂട്ടുകയെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 100 എത്ര കിലോമീറ്റർ? 130. 130 കിലോമീറ്റർ ഉള്ളൂ. 260 പിന്നെ 20 റെഡി അല്ലേ? സെറ്റാക്കിട്ട് പോവാം. തിരിയണല്ലേ? അല്ല അത് നല്ലതല്ല, ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ശരിയാക്കണ്ട. ചില സമയത്ത് മെല്ലെ വെക്കുമ്പോൾ കിട്ടും. ഓക്കെ പോവാം. സെറ്റാണോ? നമുക്ക് വിട്ടേക്കാം. സ്ഥലത്തേക്കും വിട്ടേക്ക്. ചാർജറാണോ അവിടെ കിട്ടാണ്ടോ? സ്ഥലം അല്ലെങ്കിൽ എന്നോട് പറ, ഞാൻ വെച്ചോ. ഒരു മിനിറ്റ് മന്തി അഫന്തി ഇതായിരിക്കും ഫോട്ടോ ഇവിടെ എൻ്റെ കൂട്ടുകാർ പോയിട്ടുള്ള നല്ല അഭിപ്രായമായിരുന്നു. ഫോട്ടോ ഉണ്ടോ? അതന്നെ. ഹലോ, ഞാന് പോയിന്ന് പറയട്ടാ. ഓക്കെ, രാവിലെ വിളിക്കാം എന്നാല്. ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ. എന്റെ ഫോൺ നിന്നോ? എന്റെ ഫോൺ നിന്നുണ്ടോ? എൻ്റെ ഫോണുണ്ട്, കുഴപ്പമില്ല. ഞാൻ എൻ്റെ വണ്ടിയിൽ എപ്പോഴും വെച്ച് ശീലിച്ച് വണ്ടി കണക്ഷൻ കിട്ടുന്നു. അതിനിപ്പോൾ വണ്ടിയില്ല. ഓ ഇപ്പോൾ വണ്ടിയുണ്ട്. ഹൈവേ കയറാതെ പോകുന്ന വഴിയാണ്. നമ്മളിവിടെ വരെ എത്തിയതുകൊണ്ടായിരിക്കും. അല്ല, അപ്പൊ അവിടുന്ന് പോവാണെങ്കിൽ ചിലപ്പോ ഹൈവേ കയറി പോകുന്നതായിരിക്കും. ഇങ്ങോട്ട് മാറിയ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഹൈവേ എടുത്തിട്ടാ പോക്ക്. നീ അവോയ്ഡ് ഹൈവേ കൊടുത്തിട്ടുണ്ടോ? വിക്ടോറിയ പാർക്കിലാണ് ഇരിക്കുന്നത്. വിക്ടോറിയ പാർക്ക് KMCC മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ അടുത്തുണ്ട്, വലിയ മീറ്റിംഗ് പ്രോഗ്രാം ഒക്കെ വരുന്നുണ്ട്. ഡേറ്റ് കൺഫേം ആയിക്കില്ല.
ഇവിടെ സ്ഥലമൊക്കെ ഇവിടെ ആയിരിക്കും അത് ഏതെങ്കിലും ഹോട്ടലായിരിക്കും. എന്നോട് അവര് പറഞ്ഞേ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു അവൻ്റെ അത്ര കാണിച്ചിട്ടുള്ള ആൾക്കാർ എന്നെ അയാൾക്ക് അറിയില്ല. ആ എന്നെ ആദ്യം വിളിക്കലുണ്ട് കാതർക്ക. പുള്ളി നല്ല മനുഷ്യനാണ്, ഒരു പ്രായമുള്ള മനുഷ്യനാണ്, നല്ലതാ. കാതർക്ക മുജീബൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യം ഇവിടെ KMCC ഈ ശരിക്കും USA കാനഡ ഒരുമിച്ചാണ് രൂപീകൃതമായത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും രണ്ടാളും ഒരുമിച്ചിട്ടാണ് കൊണ്ടുപോവുക. ഇപ്പം നോമ്പിന് അടിപൊളി നോമ്പൂറൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ, അടിപൊളി പരിപാടിയായിരുന്നു. അന്നാണ് എനിക്ക് അന്ന് രാവിലെ ഒരു 12 മണിക്ക് ഞാൻ പോയിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഹെൽപ്പിന്. അന്നാണ് എനിക്ക് ഫൈന് കിട്ടിയത് ഹൈവേന്ന്. ടോൾ റൂട്ടിൽ കയറിയാനല്ലേ? അല്ല, അത് മറ്റേ റെഡിന്ന് വണ്ടി എടുത്തു പോയിന് ക്യാമറ അടിച്ച്. എനിക്ക് 325. എനിക്ക് 325 അത് മുന്നിൽ 2 വലിയ കണ്ടെയ്നർ പോലത്തെ ലോറി വന്നോണ്ട് ഞാൻ കണ്ടില്ല റെഡ് ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു ഹോട്ടലിന് ഇറക്കുമ്പോൾ ഒരു ഇറക്കാണ്. അപ്പൊ ആ ഇറക്കത്തിൽ സ്റ്റോപ്പിൽ മറ്റേ റെഡ് സിഗ്നൽ ഉണ്ട്, അത് നിർത്തണം നമ്മൾ. അപ്പൊ കണ്ടില്ല അത്. അപ്പൊ 2 ലോറി ആയതുകൊണ്ട് ഞാൻ കാണില്ല, ഞാൻ എടുത്ത് പോന്നു. പിന്നെ പകുതിക്ക് എന്താ കാണും. അപ്പൊ പകുതിക്ക് ചവിട്ടി നോക്കുമ്പോൾ ആ ഫോട്ടോ അടക്കം പിന്നെ ഇതിൽ ഫൈൻ്റെ ഇതിൽ വന്ന് എവിടെയാണ് എങ്ങനെയാണ് 320. അതിൻ്റെ മറ്റേ ഞാനൊരു മലയാളി അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞ് നമ്മൾ കേസ് ഫയൽ ചെയ്താൽ കേസല്ല, എന്തോ ഒരു കോട്ടുണ്ട് ഇതിൻ്റെ. ഇത് ഫൈനൊക്കെ വരുന്നത് അതിൽ വെച്ചാൽ നമ്മൾ വാദിച്ചാൽ ഒരു 200-ന്റെ ഉള്ളിൽ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ 200-ന്റെ അപ്പുറം കിട്ടുകയാണെങ്കിൽ അവരെ ചാർജും കൊടുക്കണം വേറെ. മനസ്സിലായോ? ഫൈൻ അടക്കാണ്ടെന്നൊരു ടൈം കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോ നാട്ടിൽ പോകുമ്പോൾ പിടിച്ചവിടെ വെക്കും. കോർട്ടിലും വിളിക്കൂ. ഇവിടുത്തെ ഒരു പൈസ നമ്മൾ അടക്കാണ്ട് പോകാൻ പറ്റൂല. നമ്മൾ ഹൈവേ ടോൾ ഒഴിവാക്കിണ്ടോ? ഞാൻ നോക്കിയായിരുന്നു, ഇതാ എളുപ്പ റൂട്ട്. ഹൈവേ ഒഴിവാക്കിയതല്ല, അവിടുന്ന് ഈ റൂട്ടിൽ പോകുന്ന എളുപ്പം, ഈ ലോക്കലിൽ പോകുന്ന ടോൾ ഒഴിവാകൂല അല്ലേ? ബ്രിംലിന്നായിരുന്നെങ്കിൽ അങ്ങനെ കറങ്ങി കയറി ചിലപ്പോ ഹൈവേയില് ടോളിന്റെ ഒരു ഇത് വരും. ടോളൊന്നും വരില്ല. ടോള് എനിക്ക് 407 അത് വേറെ വഴിയാണ്, അങ്ങ് മേളിൽ പോകും. നമ്മളിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ആ റൂട്ടിലല്ല. അപ്പോ ഞാൻ പിന്നെ രജയം പറഞ്ഞ് അതിനെ കൊണ്ട് കളിച്ചിട്ട് ഒരു 200-ന്റെ ജോഡ അവന്റെ പൈസയും കൊടുത്താൽ ഒരു 250. ഞാൻ ക്യാമറ പറഞ്ഞോണ്ടേ ഫൈറ്റ് ചെയ്യാൻ പോയിട്ടും കാര്യമില്ല. അതല്ല, ഫൈറ്റ് ചെയ്താൽ എന്തും ഫൈറ്റ് ചെയ്താൽ കിട്ടും. പക്ഷെ അതിന്റെ കുറെ ടൈം എടുക്കൂ. പക്ഷെ ഞാൻ അവരെ ഫൈറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ ഈ ജോർബായ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പൊ അതിൻ്റെ അകത്ത് 3 ഓപ്ഷനാണ് ഈ ഇത് അടിച്ചു തരുമ്പോൾ കയറുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫൈൻ അടയ്ക്കുക, തീർക്കുക. 2 പറഞ്ഞു കഴിഞ്ഞാല് പ്ലീഡ് ഗിൽറ്റി ഇത് ചെയ്തിട്ട്, അതായത് കോടതിയിൽ പോയിട്ട് ഞാൻ തെറ്റ് ചെയ്തു പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയ ഇങ്ങനെ കാരണം, അതുകൊണ്ട് എന്നോട് ആദ്യത്തെ തവണയാണ് ഒഫൻസ്, ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവരൊരു പാർഡൻ ചെയ്ത് തരും. 350 രൂപ എന്നുള്ളത് അവർ ഓക്കെ ശരി കുഴപ്പമില്ല, എനിക്ക് ഇത്ര 350 അടയ്ക്കാൻ നിർത്തി ഭയങ്കര പൈസയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരത് കുറച്ച്, അതാണ് ഈ 200 രൂപ.